നമസ്കാരം. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ നാളെ വായനാ ദിനമായിട്ട് ആചരിക്കുകയാണ് ജൂൺ 19. അതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. ഞാൻ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. കൊച്ചിയിലുള്ള ഒരു FM സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് എൻ്റെ വായനാനുഭവങ്ങളെക്കുറിച്ച് ചെറിയൊരു വോയിസ് കട്ട് ഷെയർ ചെയ്യാനായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ഞാനത് ചെയ്യുകയായിരുന്നു. അത് അവരുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഉണ്ടായ ഒരു തോന്നലാണ്, എന്തുകൊണ്ട് ആ ചിന്തകൾ ഒരു വീഡിയോ ആയിട്ട് പങ്കുവെച്ചുകൂടാ എന്ന്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സാഹസത്തിന് മുതിരുന്നത്. അപ്പോൾ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു വായനാനുഭവങ്ങൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. വായന എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ, സത്യം പറഞ്ഞാൽ അക്ഷരങ്ങൾ വായിച്ച് തുടങ്ങുന്ന ആ ഒരു കാലത്ത് തന്നെ തുടങ്ങിയതാണ്. അന്ന് നമുക്ക് വായിക്കാനുള്ളത് പലചരക്കടയിൽ നിന്ന് സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ട് വരുന്ന പത്രക്കടലാസുകൾ, അതൊക്കെയാണ്. അപ്പോൾ അന്ന് നമുക്ക് വായിക്കാൻ വേറൊന്നും അങ്ങനെ ലഭ്യമല്ല. വീട്ടിൽ ന്യൂസ് പേപ്പറില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള മാസികകളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ പത്രക്കടലാസുകൾ, അതിനപ്പുറത്ത് വായിക്കാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു. പിന്നീട് ഒരിക്കലാണ് അമ്മ ഈ മംഗളം, മനോരമ ആഴ്ചപ്പതിപ്പുകളൊക്കെ വായിച്ചു തുടങ്ങുന്നത്. അത് അയൽപ്പക്കത്തെ ചേച്ചിമാർ അവരെയൊക്കെ അടുത്തുനിന്ന് കൊണ്ടുവന്ന് വായിച്ച് തിരിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനും പതുക്കെ ഈ മനോരമയിലും മംഗളത്തിലുമൊക്കെ വരുന്ന ആ നോവലുകൾ അത് വായിച്ചു തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ കാലത്ത് സുധാകർ മംഗളോദയം, മാത്യു മറ്റം, ബാറ്റൺ ബോസ്, കോട്ടയം പുഷ്പനാഥ്, ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാർ. അപ്പോൾ വായനയിലേക്ക് വരുന്നത് നമ്മുടെ ബുദ്ധിജീവികളൊക്കെ പൈങ്കിളി സാഹിത്യം എന്നൊരു ചാപ്പ കുത്തി മാറ്റി നിർത്തിയിരിക്കുന്ന ഈ മനോരമയും മംഗളവും ഒക്കെ വായിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ പ്രസിദ്ധീകരണങ്ങൾ, അവയിൽ എഴുതുന്നവർ, അവരൊക്കെ നമ്മുടെ നാട്ടിലെ തീരെ സാധാരണക്കാരായ ആളുകളെ വായനയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം സ്വന്തം മക്കളുടെ അടുത്തുനിന്നും അല്ലെങ്കിൽ മരുമക്കളുടെ അടുത്തുനിന്നും ഒക്കെ വായിച്ച് കേൾക്കുന്ന ഈ നോവലുകൾ, അത് സ്വന്തമായിട്ട് വായിക്കാനായിട്ട് ചില മുതിർന്ന സ്ത്രീകൾ സാക്ഷരതാ ക്ലാസ്സുകളിലൊക്കെ പോയി അക്ഷരം പഠിച്ച, അന്ന് സാക്ഷരതാ മിഷനൊക്കെ വളരെ നന്നായി പോകുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ വായിക്കാൻ വേണ്ടി മാത്രം പോയി അക്ഷരം പഠിച്ച പ്രായമായവരുടെ കഥകളൊക്കെ അന്നത്തെ കാലത്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ആഴ്ചപ്പതിപ്പുകൾക്കൊക്കെ ആളുകളെ ആ വായനയിലേക്ക് കൊണ്ടുവരുന്നതിൽ അവർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു വായനയിലേക്കൊക്കെ വരുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയൻ നാട്ടിൽ കുറച്ചൊരു 5-6 കിലോമീറ്റർ മാറി ഞങ്ങളുടെ പഞ്ചായത്ത് ലൈബ്രറി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ, അതൊക്കെ വായിച്ച് ആണ് കുറച്ചും കൂടി ഒരു ഗൗരവമുള്ള സാഹിത്യ വായനയിലേക്കൊക്കെ വരുന്നത്. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രാമായണത്തിൻ്റെ ഒരു 800-900 പേജുള്ള ഒരു വെർഷൻ മലയാളത്തിൽ ഒരു ദിവസം രാവിലെ, നല്ല മഴയുള്ളൊരു ദിവസം രാവിലെ ഇരുന്ന് അത് വായിച്ചു തുടങ്ങി ഒരു വൈകുന്നേരം 4 മണി 5 മണിയോടെ ഒറ്റ ഇരുപ്പിന് ഇരുന്ന് വായിച്ചു തീർക്കുന്ന ആ ഓർമ്മകളൊക്കെ ഉണ്ട്. അതുപോലെ പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന്, അങ്ങനെയുള്ള നോവലുകളൊക്കെ അന്നത്തെ കാലത്ത് വായിച്ചതായിട്ട് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. പിന്നീട് UP സ്കൂളിലൊക്കെ എത്തുന്ന കാലത്ത് അവിടെ വായനയെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ലൈബ്രറിയനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് ഡിക്കൻസിൻ്റെ ക്രിസ്മസ് കരോൾ, അല്ലെങ്കിൽ പേളസ് ബക്കിൻ്റെ നല്ല ഭൂമി, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നമ്മുടെ വായനയെ ഭാഷയുടെയും ദേശത്തിൻ്റെയും ഒക്കെ ഒരു അതിർത്തി കടത്തി കൊണ്ടുപോയത്. ഇപ്പോൾ കുട്ടികൾ തീരെ വായിക്കുന്നില്ല എന്ന എപ്പോഴും ആശങ്കയുള്ള, എങ്ങനെ അവരെ ഇങ്ങനെ ഒരു ശീലത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാം എന്നൊക്കെ ഉപദേശം തേടുന്ന കൂട്ടുകാർ കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇത്രയും പറയാനുള്ളൂ. കാരണം കുട്ടികൾ മാതൃകയാക്കുന്നത് അവരുടെ ചുറ്റുമുള്ള മുതിർന്നവരെ തന്നെയാണ്.
അപ്പോൾ നിങ്ങളെ നോക്കി തന്നെയാണ് അവർ പഠിക്കുന്നത്. അപ്പം ചെറിയ പ്രായത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പതിവായിട്ട് വായിച്ചു കൊടുക്കുക. പിന്നീട് അവർ വളർന്നു വന്ന് സ്വന്തമായിട്ട് വായിച്ചു തുടങ്ങുമ്പോൾ അവരോടൊപ്പം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വായിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വലിയൊരു പ്രചോദനമാവുന്നുണ്ട്. എന്തിനു വായിക്കണം എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. കാരണം നന്നായി വായിക്കുന്ന എല്ലാവരും അതിൽ നിന്ന് നല്ല സ്വഭാവ രീതികളോ മൂല്യങ്ങളോ ഒന്നും ആർജിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു മെയിനായിട്ടുള്ള സബ്ജക്റ്റ്. അപ്പോൾ എന്തിനു വേണ്ടി വായിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഒരധ്യാപകൻ ഞങ്ങളോട് പറഞ്ഞത്, സാഹിത്യം ജീവിതം തന്നെയാണ്, അതുകൊണ്ടത് വായിക്കണം എന്നാണ്. കാരണം എല്ലാ ജീവിതങ്ങളും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ജീവിതങ്ങളുടെയും അവർ കടന്നു പോകുന്ന അനുഭവങ്ങൾ, അതിൽ നിന്ന് അവർ പഠിച്ചെടുക്കുന്ന പാഠങ്ങൾ, അതൊന്നും നമുക്ക് നേരിട്ട് ആർജിക്കാൻ കഴിയുകയില്ല. അപ്പോൾ മറ്റുള്ള ജീവിതങ്ങളെ അടുത്തറിയാനുള്ള ഏറ്റവും നല്ല വഴി വായിക്കുക എന്നുള്ളത് തന്നെയാണ്. ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ഇറാഖിൽ നിന്നുള്ള നാദിയ മുറാദിൻ്റെ അല്ലെങ്കിൽ മലയാളിയായ മുഹമ്മദ് ബാസിൻ്റെയൊക്കെ പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുന്നതെന്ന്. ഉത്തരം ഒന്നേ ഉള്ളൂ. കാരണം നമുക്ക് പരിചയമില്ലാത്ത സാഹചര്യങ്ങളിലൂടെയും അല്ലെങ്കിൽ നമ്മൾ താണ്ടാത്ത കനൽ വഴികളിലൂടെയും ഒക്കെ അവരെങ്ങനെ യാത്ര ചെയ്തു, അല്ലെങ്കിൽ അവരെങ്ങനെ ആ സാഹചര്യങ്ങളൊക്കെ അഭിമുഖീകരിച്ചു, അതൊക്കെ അറിയാൻ വേണ്ടി തന്നെയാണ്. പിന്നെ വായന മരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വർഷങ്ങളായി കേൾക്കുന്ന ഒരു പരാതി. പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആളുകൾ പറയുന്നൊരു കാര്യമാണ്, വായന മരിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്രത്യേകിച്ച് പുതിയ തലമുറ പുസ്തകങ്ങളൊന്നും വായിക്കുന്നില്ല. പക്ഷെ അതിൽ വലിയൊരു കഴമ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു വായിക്കുന്ന രീതിക്കാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ആളുകൾ കിൻഡിൽ പോലുള്ള ഡിവൈസുകൾ ഉപയോഗിച്ച് വായിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കയ്യിലുള്ള ഡിവൈസിലേക്ക് അയാൾ ഒരുപക്ഷെ ഒരു ബുക്ക് വായിക്കുകയായിരിക്കും. അതുപോലെ ഇപ്പോൾ ഓഡിബിൾ ഉണ്ട്, സ്റ്റോറി ടെല്ലുണ്ട്, അല്ലെങ്കിൽ കുക്കു FM, ഇതുപോലുള്ള ധാരാളം ആപ്ലിക്കേഷനുണ്ട്. അതിലൂടെ നമുക്ക് ബുക്കുകൾ കേൾക്കാൻ കഴിയുന്നു. അതായത് നമുക്ക് ഒരു സമയവും സാഹചര്യവും കണ്ടെത്തി ഒരു ബുക്കുമായിട്ട് ഇരുന്ന് വായിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം നിലവിലില്ല. ഇപ്പോൾ മനുഷ്യർ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ ഒരു ബുക്കും കൂടി കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പം കഴിഞ്ഞ ഒരു 15 വർഷത്തിനുള്ളിൽ നമ്മൾ വായിക്കുന്ന രീതിയിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ പുതുതായിട്ട് പുസ്തകങ്ങൾ എഴുതുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, പബ്ലിഷ് ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വായന മരിക്കുന്നു എന്നുള്ള ഒരു പരാതിയിൽ വലിയ കഴമ്പില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ കനപ്പെട്ട പുസ്തകങ്ങളുടെ വായനയെ മാത്രം ഗൗരവമുള്ള വായനയായിട്ട് കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ചേതൻ ഭഗത്തൊക്കെ പോപ്പുലറായി വന്ന ആ ഒരു കാലത്ത്, അന്ന് ഡൽഹിയിൽ ജോലി ചെയ്യുമ്പോൾ, ഈ പറഞ്ഞ പോലെ ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് കോളേജിലൊക്കെ പോകുന്നവർ, ഈ ചേതൻ ഭഗത്തിൻ്റെ ബുക്കുകൾ ഇങ്ങനെ വളരെ ആവേശത്തോടു കൂടി തിരക്കുള്ള മെട്രോയിൽ തന്നെ ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങി നിന്ന് അതിൽ നിന്ന് കണ്ണുപോലും ഉയർത്താതെ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം പൊതുവിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ എഴുത്തിനെക്കുറിച്ച് പൊതുവിലുള്ള ഒരു കാഴ്ചപ്പാടുകൾ വായിച്ചിട്ടുള്ളത് കൊണ്ട് അക്കാലത്ത് ഞാൻ കരുതിയിരുന്നത് ഇതൊക്കെ എന്ത്. പക്ഷേ പിന്നീട് അത് മാറി. കാരണം ഒരു തിരിച്ചറിവാണ്. കാരണം ചേതൻ ഭഗത്തിന് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള, അല്ലെങ്കിൽ ആ ഒരു തരം വായനക്കാരുമായിട്ട് സംവേദിക്കാൻ, കൂടുതലും നന്നായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അപ്പോൾ അതിനെ നമ്മൾ ഒരു രണ്ടാം തരം സാഹിത്യമായി കാണേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ യങ്സ്റ്റേഴ്സിനിടയിൽ വളരെ പോപ്പുലറായി നിൽക്കുന്ന ഒരു നോവലാണ് അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് വളരെ ട്രെൻഡിങ് ആണ്, ഒത്തിരി റീൽസൊക്കെ കാണാം. അതേസമയം ഇത്രമാത്രം ആഘോഷിക്കാൻ ഇതിലെന്താണുള്ളത് എന്ന് ചോദിക്കുന്നവരെയും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേതൻ ഭഗത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് മാത്രമാണ് ഇക്കാര്യത്തിലും പറയാനുള്ളത്. കാരണം അഖിൽ പി ധർമ്മജനും അദ്ദേഹത്തിൻ്റെ വായനക്കാരുമായിട്ട് വളരെ
നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ സാധിക്കുന്നുണ്ട്. അവരുമായിട്ട് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത് എന്ത് വായിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖയൊന്നുമില്ല. നമ്മളെ ആകർഷിക്കുന്നത് നമുക്ക് താല്പര്യമുള്ളത് എന്താണോ അതൊക്കെ വായിക്കാം. അത് ആഴ്ചപ്പതിപ്പിലെ നോവലാകാം, അല്ലെങ്കിൽ കനപ്പെട്ട ക്ലാസിക്കുകളാകാം, ഇനി സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എഴുതിയ പോസ്റ്റാകാം, ബ്ലോഗുകളാകാം, എന്തും വായിക്കാം. എന്തെങ്കിലും വായിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം നമ്മൾ വായിച്ച് വിടുന്നതിൽ നിന്നൊക്കെ അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെയോ നമ്മൾ സ്വാംശീകരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുന്നോട്ടുള്ള ഒരു യാത്രയിൽ നമ്മളെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുമുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ ആവണം വായന തുടരാനുള്ള, മുൻപോട്ട് കൊണ്ടുപോകാനുള്ള കാരണങ്ങൾ. അപ്പം എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ ആശംസകൾ.